അങ്ങനെ നമ്മുടെ ഭൂമിയുടെ കഴുത്തിൽ നിന്നും ഭൂമിയുടെ തറവാട്ടിലെ അടയാളമായിട്ടുള്ള ആ ഒരു നാഗമാല അച്യുതൻ ബലം പ്രയോഗിച്ച് ഊരി വാങ്ങിക്കുകയാണ്. എന്തിനു വേണ്ടി? ഭൂമി ഒരിക്കലും അറിയാൻ പാടില്ല, ഭൂമി ആരും കണ്ടുപിടിക്കാൻ പാടില്ല, ഭൂമി അത്രയും വലിയൊരു വീട്ടിലുള്ളവളാണ്, അല്ലെങ്കിൽ സൗഭാഗ്യപുരത്തിലെ അവർക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയ അഭിരാമിയാണെന്ന് ആരും അറിയാൻ പാടില്ല എന്നുള്ളൊരു അച്ഛൻ്റെ സ്വാർത്ഥതയോടുകൂടി നിൽക്കുവാണ് നമ്മുടെ സ്വന്തം അച്യുതൻ. പക്ഷേ നമ്മുടെ ഭൂമിക്ക് മുൻപത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് അച്യുതനടുത്ത് തുറന്ന് പറയുവാണ് എല്ലാ കാര്യങ്ങളും. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ ഭൂമി താൻ ആരാണെന്നും തൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്നതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഓട്ടങ്ങളിൽ ഓട്ടപ്പാച്ചിലോടെ ഓടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഭൂമി പലരുടെ മുന്നിൽ മുട്ടുകുത്താണ് അച്ഛൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാശിന് വേണ്ടി, പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല. പക്ഷെ ഇതേ സമയം നമ്മുടെ ഭവാനിയും അതുപോലെ അഞ്ജനയും കൂടി മെനഞ്ഞെടുക്കുന്ന ഒരു അടിപൊളി തന്ത്രത്തിൽ മുത്തശ്ശി വീണ്ടും ഫ്ലാറ്റായി പോവുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ? നമ്മുടെ അജയുടെയും ഭൂമിയുടെയും ജൂൺ 24 ഇന്നത്തെ എപ്പിസോഡ് 19 റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിൻ്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ആദ്യം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ അച്യുതനും അതുപോലെ തന്നെ അംബികയും കൂടെ വീടിന്റെ പുറത്ത് നിൽക്കുവാണ്. അംബിക മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുമ്പോൾ അച്യുതൻ ആലോചിച്ച് എന്തോ നിൽക്കുവാണ്, തല പൊക്കൊച്ചുകൊണ്ട്. അപ്പോഴത്തേക്ക് അംബിക ചോദിക്കാൻ, എന്താ അച്യുവേട്ടാ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട് അച്യുവേട്ടൻ്റെ മനസ്സിൽ. അച്യുവേട്ടൻ ഇന്നലെ രാത്രി നാട്ടിൽ പോകണമെന്നെല്ലാം പറഞ്ഞു. ആ വീട്ടിൽ സാധനം കൊടുക്കാൻ പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ അച്യുവേട്ടൻ ഇങ്ങനെ പറയുന്നത്. എന്താ അച്യുവേട്ടാ? അവർ ഒന്നുമില്ലടി, എനിക്ക് മനസ്സിലായി, മോളുടെ കാര്യത്തിലല്ലേ ഇങ്ങനെ ആദ്യം പിടിച്ച് നടക്കുന്നത്. നമ്മുടെ 22 വർഷം മുമ്പ് ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടല്ലേ നമ്മളെ മോളെ കിട്ടിയ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എപ്പോഴായാലും നമ്മളെ മോളെ ഒരാൾക്ക് കെട്ടിച്ചെങ്കിലും കൊടുക്കണ്ടേ അച്യുവേട്ടാ? അപ്പോൾ പിന്നെ മോള് നമ്മളെ വിട്ട് പോവില്ലേ? അപ്പോൾ പിന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്നാലോ? അപ്പോൾ അച്യുവേട്ടൻ പറയാണ്, അത് അപ്പോഴും അവളെ കെട്ടിച്ച് വിടുമ്പോഴും അവൾ നമ്മുടെ മോള് തന്നെയായിരിക്കും. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കുക, നാളെ ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും വന്നിട്ട് എൻ്റെ മോളെ നമുക്ക് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്ക് അംബിക പറയാണ്, തലച്ചോറ് പിളക്കണ വർത്താനം പറയില്ല അച്യുവേട്ടാ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ, പഴയ കാര്യമൊക്കെ ഞാൻ മറന്നതാണ്, എന്നെ ഓർമ്മിപ്പിക്കേണ്ട, എനിക്കിത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പോവുക. അപ്പോഴത്തേക്കും ഭൂമി അവസാനം പറയുന്ന കുറച്ച് കാര്യം കേട്ടുകൊണ്ട് ഭൂമി വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരുവാണ്. ഒരുങ്ങിയാണ് ഇറങ്ങി വരുന്നത്. എന്താണ് രഹസ്യം, എന്താ ഓർമ്മിപ്പിക്കേണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് പോയതേ? ഒന്നുമില്ല, അതല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ, ഒന്നുമില്ല മോളെ എന്നിങ്ങനെ പറയുക. എന്നിട്ട് നമ്മുടെ ഭൂമി പറയണം, അച്ഛാ എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ പലതും വരുന്നുണ്ട്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, സത്യൻ സാറിൻ്റെ ഭാര്യയും കുഞ്ഞിനെയാണ് സ്വപ്നം കണ്ടത്. ആ കുഞ്ഞിനെ അവർ ആമി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. 2.5 വയസ്സുള്ള മോളെ ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കളിപ്പിക്കുന്നവർ. അപ്പം ഞാൻ ഇന്നലെ അവിടെ പോയതുകൊണ്ടായിരിക്കും കണ്ടത്. സത്യൻ സാറിൻ്റെ അവസ്ഥ കഷ്ടമാണ് കേട്ടോ, അയാളുടെ ഭാര്യയും മകളെയും കാണാതായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അച്യുതൻ്റെ മനസ്സിൽ ടെൻഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഭൂമി കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വരുവാണല്ലോ എന്ന്. എന്നിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് ഭൂമി പോകാൻ തുടങ്ങുകയാണ്. സ്കൂട്ടർ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അച്യുതൻ വന്നിട്ട് പറയാം, മോളെ നിന്റെ കഴുത്തി കിടക്കുന്ന മാല ഒന്ന് എനിക്ക് ഊരിത്താ. എന്താ വെച്ചാൽ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ മാല കണ്ടിട്ട് അതുപോലത്തെ ഒന്ന് പണിയാൻ വേണ്ടിയിട്ട് നീ ഒന്ന് ഊരിത്താ. ഏത് ഫ്രണ്ട്? അത് ആ ഫ്രണ്ടിനെ നിനക്ക് അറിയത്തില്ല, മോള് മാല ഊരി തരാൻ പറയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി എന്ത് ചെയ്യണം, മാല ഊരി അച്യുതൻ്റെ കയ്യിൽ കൊടുക്കുന്നു. കാരണം അച്യുതൻ എന്നിട്ട് ഭൂമി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും മനസ്സിൽ പറയുവാണ്, എന്താ ഈ മാല ഇവളുടെ കഴുത്തിൽ കിടക്കുവാണെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇവൾ സൗഭാഗ്യപുരത്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ മോളെ അവർ എന്നിൽ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു അടയാളം കൂടി ഊരി വാങ്ങിച്ചതെന്നുള്ള കാര്യം ആര് പറയുക? നമ്മൾ അച്യുതൻ സ്വന്തമായിട്ട് പറയുവാണ്. എന്നിട്ട് പിന്നീട് നമ്മുടെ ബാങ്കല്ല, ഒരു എന്താ പറയുക, കാശൊക്കെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഭൂമി പോവുകയാണ്. എന്നിട്ട് അവിടെ ഞാൻ തന്ന ആപ്ലിക്കേഷൻ എന്തായി എന്നൊക്കെ ചോദിക്കുക. അതായത് പൈസ തന്ന് സഹായിക്കുന്ന ഒരു ചികിത്സാ സഹായ കേന്ദ്രം. അപ്പോഴത്തേക്കും അവർ പറയാണ്, നമ്മൾ തിരക്കിയപ്പോൾ നിങ്ങൾക്ക് കോഫി ഹൗസൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വരുമാനമൊക്കെ വരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കുകയാണ്, നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഭൂമി എല്ലാം പറയുമ്പോഴും ഭൂമിക്ക് കോഫി ഹൗസും പൈസയൊക്കെ ഉള്ളതുകൊണ്ട് അവർ കൊടുക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഭൂമി പറയാൻ, എനിക്ക് അങ്ങനെ വലിയ വരുമാനമൊന്നും ഇല്ലെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് ഭൂമി അവിടെ നിന്ന് വിഷമിച്ച് പോവാണ്. നമ്മുടെ സൗഭാഗ്യപുരം വീട്ടിലെ ഇതേ സമയം മുത്തശ്ശി രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ സംഗീത മുത്തശ്ശി ആഹാരം കഴിക്കാൻ വിളിക്കുകയാണ്. ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറയുക. അപ്പോൾ മാധവൻ അത് കേട്ടിട്ട് പറയുകയാണ്, അമ്മയ്ക്ക് അഞ്ജനയുടെ കാര്യം ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കാം, മദ്യപാനത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. പുറത്ത് പോയി പഠിച്ച കുട്ടിയല്ലേ അമ്മ, ഏതോ കൂട്ടുകെട്ടിൽ പെട്ടതായിരിക്കും എന്ന് പറയുക.
അപ്പോഴത്തേക്കും നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി ദേഷ്യപ്പെടുവാണ് മാധവൻ്റെ അടുത്ത്. സംഗീത ഇവനും കൂടെ ഒരു 5,000 രൂപ എടുത്ത് കൊടുക്ക്, അവൻ വാങ്ങിച്ചൊന്നെങ്കിലും കുടിക്കട്ടെ, ഇല്ലെങ്കിൽ ഈ പെണ്ണിനെ കൊണ്ട് കൊടുക്കട്ടെ കുടിക്കാൻ വേണ്ടി, ഞാൻ അല്ല എന്ത് പറയാനാ. അപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം അമ്മ, അമ്മ ഒന്ന് സമാധാനിക്കുന്ന സംഗീത പറയുക. അപ്പോഴത്തേക്കും പറയാം അത് ഇങ്ങനെ അഞ്ജനയുടെ ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിൽ അജയുടെ തലമണ്ടയിൽ ഞാൻ അവളെ കെട്ടി വെക്കണമെന്നുള്ള കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ മുത്തശ്ശി പറയാണ്. അത് നമുക്ക് ഭവാനിയും അഞ്ജനയും വിളിച്ചൊരു താക്കീത് കൊടുക്കാം എന്നിങ്ങനെ സംഗീത പറയുമ്പോൾ എന്നാൽ പിന്നെ അവരെ വിളിക്കുക എന്നിങ്ങനെ പറയാ. അപ്പോൾ വേലക്കാരി ശോഭ പറയണം അവരിവിടെ ഇല്ലല്ലോ, എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല, എവിടെ പോയതാണോ എന്തോ എന്നിങ്ങനെ പറയുക. പെട്ടെന്ന് അജയും അങ്ങോട്ട് രാവിലെ ഉറക്കെഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് മാധവന്റെ ഫോണിൽ ഒരു കോള് വരുന്നത്. ക്ഷേത്രത്തിലെ പൂജാരിയുടെ കോളാണ് വരുന്നത്. പൂജാരിയുടെ മുന്നിൽ ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് നിൽക്കുവാണ് അഞ്ജന. തൊട്ടടുത്ത് ഭവാനിയുണ്ട്. പൂജാരി വിളിച്ച് പറയാണ് മുത്തശ്ശിടുത്തൊന്ന് ഫോൺ കൊടുക്കാവോ. അങ്ങനെ മുത്തശ്ശിടുത്ത് ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും പൂജാരി പറയുക നിങ്ങളുടെ കൊച്ചുമകൾ അഞ്ജന ദേ ഇവിടെ 25 റൗണ്ട് ക്ഷേത്രത്തിൽ എന്ത് ചെയ്തു, ഉരുണ്ടു. അതിനുശേഷം ഇപ്പൊ കയ്യിൽ കർപ്പൂരം കത്തിച്ച് ദേവിയുടെ മുന്നിൽ നിൽക്കാൻ പോവുക. ആ കുട്ടി ആകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുക, ബോധം കെട്ട് മറിഞ്ഞ് വീഴും. അമ്മയായ ഭവാനി ഇവിടെ ഉണ്ട്, അവർ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല, നിങ്ങൾ വന്നൊന്ന് കൂട്ടിക്കൊണ്ട് പോയി കൊച്ചിനെ എന്നിങ്ങനെ പറയാണ് പൂജാരി. അപ്പോഴത്തേക്കും സൗഭാഗ്യ മുത്തശ്ശി ഇതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ വന്ന് കൊണ്ടുപൊയ്ക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ക്ഷേത്രത്തിലോട്ട് പോകാൻ തുടങ്ങുക. ഇതേസമയം ഭൂമി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ പോവുക. അപ്പോൾ അവിടെ ഒരു പ്രധാന പ്രസിഡന്റ് നിൽക്കുക. അപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ കാശിൽ നിന്നും സർജറിക്ക് വേണ്ടിയുള്ള അച്ഛൻ്റെ കാശിനെ കുറിച്ച് പ്രസിഡന്റ് ഒന്ന് പറയാമോ എന്നിങ്ങനെ ചോദിക്കുക. അതൊക്കെ കിട്ടിക്കോളും, എന്നാലും പ്രസിഡന്റ് പറഞ്ഞ് നമുക്ക് കുറച്ച് വേഗത്തിൽ കിട്ടിയാലോ എന്ന് ഭൂമി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഏത് പാർട്ടിയായി, വയ്യാതെ കിടക്കുന്ന രോഗി ഏത് പാർട്ടിയാണ്, നിങ്ങൾക്ക് എത്ര വോട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറയുക. അപ്പോഴത്തേക്കും ഭൂമി പറയുകയാണ് അതെങ്ങനെ ആർക്കാ വോട്ട് ചെയ്യുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും, അത് സീക്രട്ട് ഉള്ള ഒരു കാര്യമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുവാണ് ഭൂമിയെടുത്ത്. അങ്ങനെ ഭൂമി കുറെ അയാൾ തട്ടിക്കരട്ടി 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നിങ്ങൾക്കാണ് സ്വാതന്ത്ര്യം കിട്ടി, നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്ന് പറഞ്ഞ് തട്ടിക്കയറി വഴക്കം പിടിച്ച് നേരെ സ്കൂട്ടർ എടുത്തിട്ട് അയാളെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പോവാണ്. പിന്നീട് നമ്മുടെ ഭവാനി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് കുടുംബക്കാരെല്ലാവരും വരുമ്പോൾ ഭവാനി ഓടിപ്പോയി ഡ്രാമ മുത്തശ്ശിയുടെ മുന്നിൽ പറയും അമ്മ എൻ്റെ മോള് മരിക്കാൻ തീരുമാനിച്ച മട്ടാണ്, മുത്തശ്ശിയാണ് അവളുടെ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ പശ്ചാത്താപം കാണിച്ച് കർപ്പൂരം കത്തിച്ച് നിൽക്കുക. എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കമ്മേ, അമ്മ പറഞ്ഞ അവളെ കേൾക്കും, അവൾ പശ്ചാത്താപ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക, എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കമ്മേ, അമ്മ ഇന്നലെ അവളെ കണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയെ കണ്ടെന്നറിഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുക. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ അഞ്ജനയുടെ അടുത്തോട്ട് പോകും. അഞ്ജന കയ്യിൽ ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് നിൽക്കുമ്പോൾ അഞ്ജനയുടെ കയ്യിലെ കർപ്പൂരം തട്ടിക്കളയുവാണ് അജയ്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി നോക്കിയാൽ എന്താണ് മോളെ നീ ഇങ്ങനെ കാണിക്കുന്നത്, എന്താ കുട്ടിയെ ഇത്, മരിച്ചു പോട്ടെ മുത്തശ്ശി, ഞാനൊരു അച്ഛനില്ലാത്ത കുട്ടിയാണ്, എന്നെ വളർത്തിയതെല്ലാം മുത്തശ്ശിയാ, ഇന്നലെ അവിടെ ആക്ച്വലി നടന്നത് എന്താ, പൂജ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് വന്നു, എൻ്റെ മുറിയിലോട്ട് ഞാൻ കൊണ്ടുപോയി, അവരവിടെ ഇരുന്ന് കുടിക്കുമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല, പിന്നീട് ഞാൻ വന്നപ്പോൾ എനിക്ക് കോളയാണെന്ന് പറഞ്ഞ് മദ്യം തന്നു, പിന്നീട് എന്താ നടന്നതെന്ന് എനിക്കൊരു ഓർമ്മയില്ല, മുത്തശ്ശി വളർത്തിയ കുട്ടിയാണ് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ പോലും കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം നമ്പറാണ്. അപ്പോൾ ഭവാനി മാറി നിന്ന് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ മോളെ എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ഭവാനി പറയണം അമ്മേ അജയ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോക്ക് ജീവനാണ്, അവളില്ലാതെ ഇവർക്ക് പറ്റത്തില്ല എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും അജയ് എന്നൊരു മെൻറ്റാലിറ്റി നിൽക്കുക. അപ്പം നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി പറയാണ് ഞാൻ ഇങ്ങനെ ഇന്നലെ പറഞ്ഞ് നിങ്ങൾ കാര്യം വെക്കൊന്നും വേണ്ട, നീയും അജയും സുഖമായിട്ട് ജീവിക്കണം, ഇനി വാ അജയ് എന്ന് പറഞ്ഞ് അജയുടെ കൈ പിടിച്ച് ഇവരുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് പറയുകയാണ് അജയും നീയും സുഖമായിട്ട് നീ കല്യാണം കഴിച്ച് ജീവിക്കേണ്ടവരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് മുത്തശ്ശി എന്ത് ചെയ്യുവാണ്, മുത്തശ്ശിയും വീട്ടുകാരെല്ലാവരും അവിടെ നിന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ വേഗം കൊണ്ടുപോകും, ഇവിടെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പോവാ. അപ്പൊ അജയുടെ മനസ്സിൽ അജയ് എന്ത് ചെയ്യാണ്, നമ്മുടെ അജയുടെ കാമുകിയായിട്ടുള്ള നയനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭവാനി എന്ത് ചെയ്യുക, അവിടെ നിന്ന് അഞ്ജനയും കൊണ്ട് നേരെ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് പോയി നിന്നിട്ട് പൂജാരിക്ക് കുറച്ച് കാശ് കൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു, അപ്പൊ ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന് പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ, നിന്റെ കയ്യിലിരിക്കുന്ന ആ ഫേക്ക് തൊലി എടുത്ത് കളയാൻ പറയുക. അങ്ങനെ ഫേക്ക് തൊലി ഇങ്ങനെ വലിച്ചുരിഞ്ഞ് കളയുമ്പോൾ അതിനകത്താണ് പൊള്ളി ഇരിക്കുന്നത്, ഒറിജിനലായിട്ട് പൊള്ളിയതൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇവരുടെ പ്ലാനുകളെല്ലാം ഇതാണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുവാണ്. ഇനി നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ആക്ച്വലി അതിനകത്ത് നമ്മുടെ ഭൂമി രാവിലെ ഓടാൻ പോകുന്നുണ്ട്. രാവിലെ ഓടാൻ പോകുന്ന ഭൂമി അച്ഛൻ വീണ്ടും ഛർദ്ദിക്കുകയും അതുപോലെ ബ്ലഡ് ഛർദ്ദിക്കുകയൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനും ഭൂമി ആകെ പേടിക്കുന്നുണ്ട്. അതിനു മുന്നേ ഭൂമി ചോദിക്കുകയാണ് എന്താണ് അച്ഛാ ഞാനും അച്ഛൻ്റെ കാറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതൊക്കെ ആയിട്ടുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ആയിട്ട് ബന്ധം, എന്തൊക്കെ കഥകളുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം. പിന്നീട് അച്യുതനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഭൂമിയുടെ ഡോക്ടർ പറയുക അച്ഛനെ ഇനി നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞെട്ടലോടുകൂടി പറയുവാണ്. പിന്നീട് നമ്മുടെ ഗുണ്ടാ കമാൽ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്, പ്രൊമോയും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, നാളത്തെ വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.